ദി സൈക്കോളജി ഓഫ് മണി മോർഗൻ്റെ മനോഹരമായ പുസ്തകമാണ്. ഈ സാമ്പത്തിക ഭദ്രത, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പണം എങ്ങനെ ചോർന്നു പോകുന്നു എന്നതിനെക്കുറിച്ച് മോർഗൻ്റെ ഉപദേശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം കമ്പാരിസനാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ മറ്റൊരു സമ്പന്നനുമായി കമ്പയർ ചെയ്യാൻ പാടില്ല, മറ്റൊരു ബിസിനസ്സുമായി നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള ആ സാഹചര്യം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊരാളുമായി കമ്പയർ ചെയ്യാതെ നിങ്ങളുടേതായ ഒരു ഒരു ചിന്ത നിങ്ങൾ മുന്നോട്ട് വയ്ക്കണം. കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ റിസ്ക് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ പിള്ളേർ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ വലിയ സ്വപ്നങ്ങൾ കണ്ട് അങ്ങനെ വലിയ റിസ്ക് അവർ ഏർപ്പെടും. അതുവഴി അവർക്ക് സാമ്പത്തികമായി വലിയ ആഘാതം ഉണ്ടാകും. അതോടുകൂടി ആ ആഘാതത്തിൽ നിന്ന് അവർ പിന്നീട് രക്ഷപ്പെടാൻ പലവിധത്തിലുള്ള കുറുക്കുവഴികൾ, അതൊക്കെ അവരെ കൂടുതൽ പരാജയപ്പെടുത്തും. അതുകൊണ്ട് വലിയ സാമ്പത്തിക ലാഭത്തേക്കാൾ പ്രധാനമാണ് സാമ്പത്തിക നഷ്ടം നിയന്ത്രിക്കുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. അഥവാ നമ്മുടെ ക്യാപിറ്റൽ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കി വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് ആ ഒരു ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് സേവിങ്സ് ആണ്. നമ്മുടെ ധൈര്യം എന്നത് നമ്മുടെ സേവിങ്സ് ആണ്. ഇപ്പം പലപ്പോഴും ഈ സേവിങ്സ് എന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുവഴി ആ വിഷയത്തിൽ നമ്മൾ കടം അല്ലെങ്കിൽ ബാങ്കിനെ സമീപിക്കുക, ആ അർത്ഥത്തിലുള്ള നമ്മുടെ അമിതമായ പലിശ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ എന്നത്, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് വളരെ പ്രധാനമാണ്. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ വരെ ജാഗ്രത പാലിക്കണം എന്ന് പഠിപ്പിച്ച ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോൾ, ദാനധർമ്മം ചെയ്യുമ്പോൾ അമിതമാകരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ദാനധർമ്മം പോലും നിങ്ങൾ ജാഗ്രത പാലിച്ചു കൊണ്ടുവേണം ചെയ്യാൻ.